ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് പപ്പായ, കർമൂസ, കപ്ലങ്ങ, കൊപ്പക്കായ എന്നൊക്കെ പല സ്ഥലങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ്. പപ്പായ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പപ്പായയുടെ ഇലയുണ്ടല്ലോ, അതും ആരോഗ്യപരമായിട്ട് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണെന്ന് പല റിസർച്ചിലൂടെയും തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രമേഹമുള്ളവരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ഈ വീഡിയോ. ഇനി ഇപ്പോൾ ഈ പ്രമേഹമൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. നിങ്ങളുടെ വീട്ടിലോ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഈ പ്രമേഹം മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ പപ്പായയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ചില അസുഖങ്ങൾ വരുമ്പോൾ അത് കുടിക്കേണ്ട രീതിക്ക് തന്നെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. എല്ലാ ഗുണങ്ങളും കൂടെ നമുക്ക് ഒറ്റ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. നമുക്കിത് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും പ്രമേഹ രോഗികൾക്ക് എങ്ങനെയാണ് ഈ പപ്പായയുടെ ഇല ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. പ്രമേഹത്തിനുള്ള പ്രകൃതിദത്ത മരുന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പപ്പായ ഇലകൾ എങ്ങനെയാണ് ഈ പ്രമേഹ രോഗികൾ ഉപയോഗിക്കേണ്ടതെന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഈ വെള്ളം തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ അവിടെ ഒരു തണ്ടുമെന്നുള്ള പപ്പായയുടെ ഇല മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരുപാട് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുമുള്ള ഈ കട്ടിയുള്ള തണ്ടുണ്ടല്ലോ അതൊന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ഇലയുടെ തന്നെ ഈ കടഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് കട്ടിയുള്ള തണ്ടുകളുണ്ടായിരിക്കും. അതും കൂടെ നമുക്ക് ചെത്തിക്കളയാം. അതിനുശേഷം നമുക്ക് ഈ ഇലകൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് നൈസാക്കി കത്തിയൊക്കെ ഉപയോഗിച്ച് അരിയണമെന്നില്ല. നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പിച്ചി ഇട്ട് കൊടുത്താൽ മതി. ആദ്യമേ നമ്മൾ പൊടികളൊക്കെ പോകാനായിട്ടൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമ്മൾ 1-2 വട്ടം നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 500 മില്ലി വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ആ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഈ പപ്പായയുടെ ഇലകൾ കുറച്ചെടുത്ത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റോളം നമുക്ക് ഈ വെള്ളത്തിലിട്ടിട്ട് ഈ പപ്പായയുടെ ഇലകൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് കഴിയുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറ് ഒരു ഇളം മഞ്ഞ കളറായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഈ വെള്ളത്തിൽ നിന്നും നമുക്ക് ഇതിലത്തെ ഈ ഇലകളൊക്കെ മാറ്റിയിട്ട് ഈ വെള്ളം മാത്രമായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഈ പപ്പായയുടെ ഇലകൾ വെച്ചിട്ട് വെള്ളം തയ്യാറാക്കിയിട്ട് പ്രമേഹ രോഗികൾക്ക് കൊടുക്കേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ കുടിക്കേണ്ടതെന്ന് പറയാം. ഒരു ദിവസത്തിലെ 50 മുതൽ 150 മില്ലി വരെയാണ് നമുക്ക് ഈ വെള്ളം പല സമയങ്ങളിലായിട്ട് കുടിക്കാൻ പറ്റുന്നത്. അതായത് ഒറ്റ ട്രിപ്പിൽ 150 മില്ലി അങ്ങനെയല്ല, ഒരു ദിവസത്തിൽ 150 മില്ലി നമുക്ക് കുടിച്ചു തീർക്കാം. ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കയ്പ്പുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ ഇത് കുടിച്ചതിന് ശേഷം കഴിക്കണമെന്നുകൊണ്ടും കുഴപ്പമില്ല. ഇങ്ങനെ തിളപ്പിച്ചെടുത്ത ഈ വെള്ളം ചെറു ചൂടോട് കൂടിയിട്ടോ അല്ലെങ്കിൽ തണുപ്പിച്ചതിന് ശേഷമോ നമുക്ക് രാവിലെ 9 മണിക്കും വൈകിട്ട് 6 മണിക്കും ഇടയിലായിട്ട് നമുക്ക് കുടിച്ചു തീർക്കാവുന്നതാണ്. പപ്പായയുടെ ഈ ഇല ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് ചില സൈഡ് എഫക്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറോടും കൂടെ ഒന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാനായിട്ട് പാടുള്ളൂ. സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ചിലർക്ക് വൊമിറ്റ് ചെയ്യാനായിട്ട് വരാം, ചിലർക്ക് വയറ് വീർത്ത് ഗ്യാസ് അങ്ങനെയൊക്കെ വരാം. അലർജിക് ടെൻഡൻസി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ തടിച്ചു പൊങ്ങാനോ അല്ലെങ്കിൽ ചൊറിച്ചിൽ പോലെയൊക്കെ വരാം. ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ഇങ്ങനെ വരാം എന്നല്ല. നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് ചിലർക്ക് ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെയും കൂടെ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ട് കുറച്ചൊന്ന് ഇത് കഴിച്ച് നോക്കുക. എന്നിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷുഗർ നോർമൽ ആവും എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിപ്പോൾ പ്രമേഹത്തിന് നമ്മുടെ പപ്പായയുടെ ഇലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും ധാരാളം ഗുണങ്ങൾ, ധാരാളം അസുഖങ്ങൾക്ക് നമ്മുടെ ഈ പപ്പായയുടെ ഇല ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഈ പപ്പായയുടെ ഇല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നും എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നും ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതേപോലെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയ്ക്ക് കാണാം. അതുവരേക്കും ബൈ.